നിങ്ങളുടെ ആയിരിക്കുന്ന അധ്യക്ഷൻ, മാതാപിതാക്കൾ, കൂട്ടുകാർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഒരു സഹോദരി വന്നിട്ടുണ്ട്. സഹോദരി ഇന്ന് നമുക്കെല്ലാം പാട്ടിലൂടെയാണ് മറുപടി തരുന്നത്. വന്ദനം സഹോദരി. വന്ദനം ചെയ്യുന്നു നിന്നടിയാതീരും നാമത്തിനാദരവാൻ. സഹോദരിയുടെ പേരൊന്ന് പറയാമോ? നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരണി എന്തിനാൻ. സഹോദരിയുടെ സ്വന്തദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ പല ദേശവാസിയാണല്ലോ. എവിടെയാണ് സഹോദരിയുടെ ശരിയായ ദേശം? അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ആ നാടിന്റെ പ്രത്യേകത എന്താണ്? പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമ വീട്. സഹോദരി ഏത് ജാതിയിൽപ്പെട്ടതാണ്? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? സഹോദരിക്ക് എത്ര വയസ്സായി? 70 ഏറെയാൽ 80 മാത്രം. ചെറുപ്പം കണ്ടാൽ പ്രായം പറയുകയില്ലല്ലോ. ലോകത്തിലെ കഷ്ടനഷ്ടങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. അപ്പോൾ ഇവിടുത്തെ ജീവിതം കഷ്ടമാണെന്നാണോ പറയുന്നത്? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യസിംഹനമൂർത്തിടുമ്പോൾ നോടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. സഹോദരി ഡയറ്റിംഗ് ആണെന്ന് കേട്ടല്ലോ. സാമ്പത്തിക മാന്ദ്യം ഉള്ളത് കൊണ്ടാണോ? ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട, യാത്രയിൽ അല്പമാപ്പം വിശപ്പീന് സ്വൽപ്പം വെള്ളം ദാഹിക്കും. പാട്ടുപാടി ഒത്തിരി സമ്പത്തുണ്ടാക്കിയാണല്ലോ അല്ലേ? എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാണ്. സഹോദരി യാത്ര മതിയായ ഇന്റർവ്യൂവിന് കേൾക്കണമെന്നിരിക്കുന്നത് അല്ലേ? സഹോദരി എങ്ങോട്ടാണ് യാത്ര? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൻ ചാരി പോകുന്നു കുരിശിന്റെ പാതയിൽ. യേശുവിനെ പറ്റി ഒന്നുകൂടെ വിശദമാക്കാമോ? സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്നയിടൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിക്കാമോ ക്ഷമാർഗം തുറന്നു. ഇനി അല്പം കുടുംബകാര്യങ്ങളിലേക്ക് കടക്കാം. സഹോദരിയുടെ ഭർത്താവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എൻ പ്രിയനപ്പോൾ സുന്ദരനാണ്, ആരെ ഞാനുള്ളത് കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാണെങ്കിൽ നല്ലതുപോലെ നോക്കുമായിരിക്കും അല്ലേ? എൻ പ്രിയൻ മാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സഹോദരിയുടെ മക്കളെ കുറിച്ച് എന്ത് പറയുന്നു? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ഇത്ര നല്ല ഭർത്താവാണെങ്കിൽ സഹോദരിയുടെ അമ്മായിയമ്മ നല്ല സ്നേഹനിധിയായിരിക്കുമല്ലോ. ഏതു നേരത്തും പിശാച് ചർച്ച ചെയ്തിടും. സഹോദരി എല്ലാം സഹിക്കുമായിരിക്കും അല്ലേ? ഞാനോ അല്ല, പോരാടി ഓട്ടമൂടിടും. ഈ സാഹചര്യത്തിൽ സഹോദരി പതറാറുണ്ടോ? പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? വരവീനി നല്ല സമയം വൃഥാവത് എന്നെ
വിശ്വാസത്തിൽ നായകരും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നു. സഹോദരിക്ക് ഈ സഭയോടുണ്ടാകും പറയാനുള്ളത് ഉന്നത വിളിക്ക് യോഗ്യതേ, വിളിച്ചന്റെ സന്നിധിയിൽ നിന്ന് മാറല്ലേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമാണെന്ന് രക്ഷകന്റെ വേല ചെയ്യുവീ. പ്രിയമുള്ളവരെ, നമ്മുടെ വീണ്ടെടുക്കപ്പെട്ടവനായ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ഇന്റർവ്യൂ കടന്നു വന്ന സഹോദരിക്ക് നന്ദി അറിയിക്കുന്നു. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറായെന്ന സന്നാമോട് സ്തുതി പാടിടുന്നേ. ദൈവ സന്നാമോട് സ്തുതി പാടിടുന്നേ. താങ്ക് യു.